സ്ത്രീ-പുരുഷ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ ഒരല്പം സങ്കീർണമാണ്. ഇതിന് പ്രധാന കാരണം ഈ മേഖലയെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. സ്വന്തം ലൈംഗിക ജീവിതത്തിന്റെ താളപ്പിഴകൾ മറ്റുള്ളവരോട് തുറന്നു പറയാൻ നമ്മളിൽ പലരും തയ്യാറാകാറില്ല. എല്ലാം മനസ്സിൽ ഒതുക്കി വെക്കാറാണ് പതിവ്. ഇതൊടുവിൽ പല മാനസിക പ്രശ്നങ്ങളും സൃഷ്ടിക്കുകയും പലപ്പോഴും മനസ്സിന്റെ സമനില തെറ്റുന്നിടത്തോളം വരെ കൊണ്ടുചെന്നെത്തിക്കാറുമുണ്ട്. ഇത്തരം ഇൻഹിബിഷൻസ് മാറ്റി തെളിച്ചമുള്ള ഒരു ലൈംഗിക ജീവിതത്തിന്റെ സാധ്യതകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുകയാണ് ഞങ്ങളുടെ ഈ പരിപാടിയുടെ ലക്ഷ്യം. അതിന് കഴിഞ്ഞാൽ ഞങ്ങൾ വിജയിച്ചു. ഒരു കാര്യം കൂടി ഓർക്കുക, ഇത് ഒരു മനഃശാസ്ത്രജ്ഞന്റെ ചികിത്സാ മുറിയല്ല, മറിച്ച് ഒരു സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിലുള്ള സംവാദം മാത്രം. നിങ്ങളും കൂടി പങ്കാളികളാകുന്ന സംവാദം. വിവാഹിതരായിട്ട് 5 വർഷമായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ദമ്പതികളുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതാ ഈ കേസ് ഒന്ന് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 5 കൊല്ലം. 5 കൊല്ലം കഴിഞ്ഞു. കുട്ടികളില്ല? എന്താ, എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ്? അതായത് ഈ ചെറിയൊരു ലൈംഗിക പ്രശ്നമായിട്ടാണ് തോന്നുന്നത്. 5 കൊല്ലം ഈ കല്യാണം കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പറ്റിയില്ല. അത് ആണൊരു പ്രശ്നം. പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താ ബുദ്ധിമുട്ടുള്ളത് കുറച്ചുകൂടെ വിശദീകരിക്കാമോ? എന്ന് പറയുന്നത്, എനിക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഈ ലൈംഗികമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് കുറച്ച് അജ്ഞനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ ലൈംഗികമായിട്ട് ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു. അത് ഒരു പരാജയമായിട്ടാണ് വന്നത്. പിന്നീട് ഒരു ദിവസം കൂടി ശ്രമിച്ചു നോക്കിയപ്പോൾ അതിലും പരാജയം സംഭവിച്ചപ്പോൾ ഒരു കോൺഫിഡൻസ് പോയത്. പിന്നീട് കുറെ കാലത്തേക്ക് ബന്ധപ്പെടലേ ഉണ്ടല്ലോ. പരാജയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്താ, എങ്ങനെയാണ് പരാജയം? ഉത്തേജനം ഒരു പരിധി വരെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ബന്ധപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഉത്തേജനം ഉദാഹരണശേഷി ഇല്ലാണ്ടായി പോവുക, ബലം നഷ്ടപ്പെട്ടു പോവുക. ബലം കിട്ടാറുണ്ടോ അതിനുള്ള ഇടപെടുമ്പോൾ? ചില സമയം കിട്ടാറുണ്ട്, ചില സമയത്ത് ബലം കിട്ടാറുണ്ട്. ആദ്യത്തെ പറഞ്ഞ 1-2 ഇൻസിഡന്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് അതിൽ പരാജയം സംഭവിച്ചതോടുകൂടി കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ. ആദ്യ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബലം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ബന്ധപ്പെടുന്നതിന് തൊട്ട് മുമ്പ്, ബന്ധപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉദാഹരണശേഷി നഷ്ടപ്പെട്ടു. അപ്പൊ നാസറിന് ഉദാഹരണശേഷി കുറയാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നു ഇത് ബന്ധപ്പെടാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒരു ചടങ്ങ് പോലെ അത് കഴിക്കാൻ നോക്കിയിട്ടും അത് വന്നില്ല. അറിയാമായിരുന്നു ലൈംഗിക കാര്യങ്ങളെ പറ്റി കുറച്ചെങ്കിലും അറിവ് അറിയാമായിരുന്നു? കുറവാണ്. ഇപ്പോ എന്റെ കോളേജിന്റെ പഠനകാലത്ത് ബ്ലൂ ഫിലിം ഒക്കെ 1-2 കണ്ടെത്തുന്നതിന്റെ കൂടുതൽ ഇതൊന്നുമില്ലായിരുന്നു. പക്ഷെ അതൊരു നാച്ചുറൽ ഗെയിം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പറ്റും, സാധാരണ സംഭവിക്കുന്ന പോലെ സംഭവിക്കുന്നു വിചാരിച്ചെങ്കിലും അത് നടന്നില്ല. അത് ഉള്ളിന്റെ ഉള്ളില് ഒരു പരാജയ ഭീതി ഉണ്ടാവുകയും ചെയ്തു. അതോടുകൂടി എന്റെ കോൺഫിഡൻസ് ഇതിന് ഞാൻ പ്രാപ്തനല്ല എന്നുള്ളൊരു വിചാരമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. നാസർ പറഞ്ഞല്ലോ ആദ്യ ദിവസങ്ങളിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല എന്ന്. അപ്പോൾ നസീമയ്ക്ക് തോന്നിയ അനുഭവം എന്താണ്? ആദ്യത്തെ 6 മാസം കുഴപ്പമില്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഞങ്ങള് ഇപ്പോൾ 3 months 6 months ഒക്കെ ആയപ്പോൾ പിന്നെ വിഷമമായി തുടങ്ങി. പിന്നെ ബന്ധപ്പെടലും നിർത്തി കംപ്ലീറ്റ് ആയിട്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഓരോ റൂമിലാണെങ്കിലും സെപ്പറേറ്റ് ആയിട്ട് കിടക്കാൻ, അല്ല ചവിട്ടിലെടുക്കും അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ബന്ധം സാധിക്കാതെ വന്നപ്പോ നസീമയ്ക്ക് എന്താ മനസ്സിൽ തോന്നിയിരുന്ന അനുഭവങ്ങൾ? ആദ്യം
ഭയങ്കര കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയ കാരണം സംസാരിച്ചൊക്കെ ഞങ്ങളുടെ വിഷമം കുറെയൊക്കെ കുറവായിരുന്നു. പിന്നെ ആരെങ്കിലൊക്കെ ചോദിക്കുമ്പോഴൊക്കെ ഉള്ളൂ ടെൻഷനൊക്കെ. ചോദിക്കുമ്പോ എന്താ ടെൻഷൻ എങ്ങനെയായിരുന്നു? അപ്പൊ ചോദിക്കുമ്പോ എല്ലാരും ഇപ്പൊ എന്റെ കുഴപ്പമെന്നുള്ള മാതിരിയാണ് സംസാരിക്കുന്നത്. മരുന്ന് കഴിക്കുമ്പോ എന്താ ട്രീറ്റ്മെന്റ്, എന്താ കുഴപ്പം, അപ്പൊ എന്റെ അടുത്ത് നസിമയുടെ കുഴപ്പം എന്താന്നൊക്കെ ചോദിക്കുന്നത്. അല്ലാണ്ട് നാസിന്റെ കുഴപ്പം എന്താന്നോ അങ്ങനെയൊന്നും ചോദിക്കില്ലായിരുന്നു. എന്നെ ഉപദേശിക്കലാണ് എല്ലാവരുടെയും, എന്റെ ഫ്രണ്ട്സിന്റെയും ആരായാലും എന്നെ ഉപദേശിക്കലാണ് പണി. അപ്പൊ ഇത്ര വിഷമമൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്താൽ മതി, ഇങ്ങനെ അട്രാക്റ്റീവായിട്ട് നിൽക്കണം, വരുമ്പോ ഹസ്ബൻഡ് വീട്ടിൽ വരുമ്പോ എല്ലാം എന്റെ വീക്ക്നെസ് നല്ലമായിരുന്നു എല്ലാവരും സംസാരിക്കുന്നത്. എഫക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഈ ബന്ധപ്പെടുന്ന സമയത്ത് നാസറിന്റെ മാനസികാവസ്ഥ എങ്ങനെയാണ്? നസീമയുടെ ആ ഒരു നോട്ടത്തിൽ അതൊന്ന് പറഞ്ഞു തരാമോ, എങ്ങനെയായിരുന്നു എന്ന്? നാസറിന് ആക്ച്വലി ആദ്യമൊക്കെ താല്പര്യമില്ലായിരുന്നു, സെക്സിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോ കാണുന്നതിനാല് സെക്ഷൽ ഡിസയർ അങ്ങനെയൊന്നുമില്ല ആദ്യമൊക്കെ, എനിക്കങ്ങനെ മനസ്സിലായിരുന്നു. പിന്നെ പറഞ്ഞ് തന്നെ ഉണ്ടാക്കാൻ നോക്കിക്കണ്ടു ഡിസയർ. അപ്പൊ നമുക്കറിയാം ആൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, എങ്ങനെയെങ്കിലും കടമ കഴിച്ച് ശരിയാവണമെന്നുള്ളൊരു. പക്ഷെ ആ മനോഭാവം ഒന്നും ആദ്യം ഉണ്ടായിരുന്നത് പരാജയത്തിന് ശേഷമാണ്. അതിനും പരാജയം ആയപ്പോ 2 ദിവസം തന്നെ നടന്നു വരും. അങ്ങനെ അപ്പോഴായിരുന്നു. പിന്നെ ഏതെങ്കിലും ദിവസം ശ്രമിച്ചാൽ ആ ശ്രമിക്കുമ്പോൾ ഉള്ള നാസറിന്റെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാ? ടെൻഷൻ ഉണ്ടോ, ടെൻഷൻ ഇല്ലാതെയാണോ? നല്ല ടെൻഷൻ നല്ലോണ്ട്, മുഖം കണ്ടാലും നമുക്കറിയാം. ട്രീറ്റ്മെന്റ് തുടങ്ങി പിന്നെ ട്രീറ്റ്മെന്റ് മുമ്പുള്ളൂ മുഖം കണ്ടാലും അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല കുറെ കാലത്തേക്ക്, ആ പ്രോസസ് തന്നെ ട്രൈ ചെയ്തിട്ടില്ല. അതൊരു ഉള്ളത് മാത്രം ട്രൈ ചെയ്യില്ല. ഇലക്ഷൻ ഇല്ലാത്ത കാരണം കുറെ കാലത്തേക്ക് ഉണ്ടായിട്ടില്ല ഇൻട്രസ്റ്റ് പോയി. പിന്നെ അതിന് ചികിത്സയൊന്നും നേരത്തെ നോക്കിയിരുന്നില്ല? അതിനും ഫിസിക്കലായിട്ട് പ്രോബ്ലം ഇല്ലെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത് ഇങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വേറെ ഡോക്ടറായിട്ട് ഞങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടർ വഴി സൈക്കോളജിസ്റ്റിനെ കാണാന്ന് വെച്ചു. ഇപ്പൊ കുറെ മാറ്റം. ഇപ്പോ പ്രോസസ്സിനെ എൻജോയ് ചെയ്തിട്ടില്ല, പണ്ടത്തെ മാതിരിയല്ല. പണ്ടത്തെ മാതിരി വിഷമമില്ല, അവർക്ക് എന്താ ചോദിച്ചാലും വലിയ വിഷമമില്ല. പക്ഷെ എന്തായാലും സക്സസ്ഫുൾ ആകുന്നുള്ള വിശ്വാസമുണ്ട്. ആദ്യ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ രാത്രി ബെഡ്റൂമിലേക്ക് വരിക എന്ന് പറയുന്നത് തന്നെ ഒരു ഭീതികമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു. ഞാൻ രാത്രി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടുക, പകല് കുഴപ്പമില്ല. അതുപോലെ ഞങ്ങൾ സിനിമയ്ക്ക് പോകും, അല്ലെങ്കിൽ ഓഫീസിൽ പോകും, എവിടെയെങ്കിലും പാർക്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ട്. രാത്രി ഒരു 8-8:30 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ബേസിക് ടെൻഷൻ ഈ രാത്രി, അതായത് രാത്രി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയത്തിന്റെ മുഖമായിട്ടാണ് ഞാൻ കണ്ടത്. അത് പിന്നീട് അത് കൂടിക്കൂടി വരികയാണ്. അതിപ്പോ എവിടെയെങ്കിലും ടൂർ പോകണമെങ്കിൽ കുറച്ചൊക്കെ ടൂർ പോകുമ്പോൾ നമുക്ക് ഇതിനുള്ള അവസരങ്ങളില്ല, അപ്പോൾ കൊള്ളാം. പിന്നെ അല്ലാണ്ട് വേറെ ഓഫീസ് ടൂർ അങ്ങനെ എവിടെയെങ്കിലും, പിന്നെ ഇവർക്ക് പീരീഡ്സിന്റെ സമയമാകുമ്പോൾ അപ്പൊന്നും രാത്രി യാതൊരു പ്രശ്നങ്ങളുമില്ല. ആ സമയത്ത് ഉദാഹരണശേഷി കിട്ടാറുണ്ട് ചിലപ്പോൾ. അതല്ലാതെ എല്ലാ സമയവും സന്ദർഭവും എല്ലാം ഈ നമുക്ക് ബന്ധപ്പെടാനുള്ള സൗകര്യം എല്ലാം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് എനിക്കൊരു വിഡ്രോവൽ ഇതാണ് വരിക. അത് ഈ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോഴാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് വളരെയധികം മാറി. ഇപ്പൊ അതിൽ വളരെ കോൺഫിഡൻസും ഉണ്ട്. ഈ ദമ്പതികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കേട്ടുവല്ലോ. ഇതിൽ നിന്ന് ഇവരനുഭവിക്കുന്ന ലൈംഗിക ജീവിതത്തിന്റെ വിഷമതകളുടെ രൂക്ഷത നിങ്ങൾക്ക് ബോധ്യമായിരിക്കുമല്ലോ. ഇനി ഡോക്ടർക്ക് എന്താണ് ഇതേക്കുറിച്ച് പറയാനുള്ളതെന്ന് കേൾക്കാം. ഡോക്ടർ, എന്താണ് ഈ കേസ് കേട്ടിട്ട് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഈ കേസിനെ പറ്റി? ഈ കേസ് ഒരു നാസർ വിവാഹം കഴിച്ചിട്ട് 5 വർഷത്തോളമായി, എന്നിട്ടും അവർക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്.
സത്യത്തിൽ ഇതൊരു ഒറ്റപ്പെട്ട പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ട്. മെയിൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണശേഷിക്കുറവ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണിത്. എന്താണ് ഉദ്ധാരണശേഷിക്കുറവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് വിശദമാക്കാൻ പറ്റുന്നത്? പലർക്കും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട്. പലരും ഇങ്ങനെ സംശയം ഉന്നയിക്കാറുണ്ടല്ലോ, ഉദ്ധാരണശേഷിയില്ല എന്ന് പറഞ്ഞ്. അത് ശരിക്കും അങ്ങനെ തന്നെ അതൊരു രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കണമെന്നത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഈ ഉദ്ധാരണശേഷിക്കുറവ് എന്ന് പറയുന്നത് ഒരു പുരുഷന് ലൈംഗിക ബന്ധത്തിൽ ഇടപെടാൻ വേണ്ട വിധത്തിൽ ഉള്ള ഉദ്ധാരണം അല്ലെങ്കിൽ ബലം ലിംഗത്തിന് ലഭിക്കാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഈ ബലം ഈ തുടക്കത്തിൽ ഉണ്ടായാൽ തന്നെ ബന്ധം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. അതാണല്ലോ ഈ കേസിൽ ഇപ്പോൾ അതാണ് ഈ കേസ് നമ്മൾ കണ്ടത്. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ബന്ധത്തിന്റെ സമയത്ത് ഇത്തരം പരാജയങ്ങൾ അനുഭവപ്പെടുക എന്നുള്ളത് ഏതാണ്ട് എല്ലാ മനുഷ്യരിലും ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അതൊരു രോഗമായിട്ട് കാണാൻ പറ്റില്ല. എപ്പോഴാണ് ഇതിനെ ഒരു രോഗമായിട്ട് കാണുന്നതെന്ന് ചോദിച്ചാൽ, ഒരു പുരുഷൻ 4 തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരു തവണയോ അതിൽ കൂടുതലോ പരാജയമുണ്ടായാൽ നമ്മൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. അതായത് മോർ ദാൻ 25% ഓഫ് ദ ടൈം if he has a failure, then we can consider it as erectile dysfunction. അപ്പോൾ ഇവിടെ പറഞ്ഞ കേസില് എങ്ങനെയാണ്, ഇയാളുടെ മാനസികാവസ്ഥയാണോ അതിന് കാരണം? ബന്ധപ്പെടുന്നതിന് തൊട്ട് മുമ്പാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറയുന്നത്. അത് ഇതിനെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അതായത് നാസർ തന്നെ പറഞ്ഞു, തുടക്കത്തിൽ ഉദ്ധാരണം ഉണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം ശ്രമിച്ചപ്പോൾ ഉദ്ധാരണം ഉണ്ടായിരുന്നു. പക്ഷെ ബന്ധപ്പെടാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയ അവസ്ഥയിലാണ് പെട്ടെന്ന് ഉദ്ധാരണം നഷ്ടമായത്. അപ്പൊ ഒന്നുകിൽ ആ സാഹചര്യത്തിൽ സംഭവിച്ചിരിക്കാൻ ഇടയുള്ളത് ഇവർക്ക് 2 പേർക്കും ലൈംഗികമായ കാര്യങ്ങളെ പറ്റി വലിയ അറിവില്ലായിരുന്നു. അപ്പോൾ ആ അജ്ഞത, അറിവില്ലായ്മ ബന്ധത്തിന് തടസ്സമായിട്ടുണ്ടാവും. ഒന്നുകിൽ ചിലപ്പോൾ പിന്നെ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിന്റെ ടൈറ്റ്നസ്, ആദ്യമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് യോനിക്ക് കുറച്ച് ടൈറ്റ്നസ് ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ ബന്ധത്തിന് തടസ്സമാകാറുണ്ട്. അല്ലെങ്കിൽ കന്യാചർമ്മത്തിന് അല്പം കട്ടി കൂടുതലുണ്ടെങ്കിൽ ബന്ധത്തിന് തടസ്സം ഉണ്ടാകാം. മറ്റൊന്ന് ഉത്കണ്ഠ, ആ സമയത്ത് ശരിയായ പൊസിഷനല്ല ഇവർ ട്രൈ ചെയ്തതെങ്കിൽ പരാജയം ഉണ്ടാവാം. അപ്പോൾ ഇത്ര ഒരു പരാജയം ആദ്യം ഉണ്ടാകുമ്പോഴേക്കും ശ്രമിച്ചു പക്ഷെ സാധിച്ചില്ല, അപ്പോൾ ഉടനെ ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠ ഉണ്ടാവുക ചെയ്യുക. ഈ ഉത്കണ്ഠ പിന്നീട് പെർഫോമൻസ് ആങ്സൈറ്റി ആയിട്ട് മാറും. ഓരോ സമയത്തും ഈ ബന്ധത്തിന് ശ്രമിക്കുമ്പോൾ ഈ ഉത്കണ്ഠ കടന്നുകൂടുകയും ആ ഉത്കണ്ഠ ഫെയിലിയർ ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇതാണ് ഈ കേസിൽ സംഭവിച്ചത്. ആദ്യ രാത്രിയിൽ തന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിലുള്ള ലൈംഗിക വീഴ്ചയ്ക്ക് തയ്യാറാകണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? എങ്ങനെയാണ് ഡോക്ടറുടെ? നമ്മുടെ ഈ സമൂഹത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഒരു അറേഞ്ച്ഡ് മാരേജുകളാണ് നടക്കുന്നത്. പിന്നെ പണ്ടുള്ള അറേഞ്ച്ഡ് മാരേജ് ഇപ്പോഴുള്ള അറേഞ്ച്ഡ് മാരേജ് തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, പണ്ടൊക്കെ ആകെപ്പാടെ പെണ്ണ് കാണാനായിട്ട് ചെറുക്കണമെന്ന് വരും, പെണ്ണിനെ കണ്ടു, ചിലപ്പോൾ ശരിക്കും നോക്കുക പോലും ഇല്ല, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്കല്ലേ ചായ കൊണ്ടുത്തരുമ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് കളിച്ചിങ്ങനെ ഒന്ന് നോക്കും, എന്നിട്ട് അവിടെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ തമ്മിൽ പിന്നെ കണ്ടുമുട്ടുന്ന വിവാഹ മണ്ഡപത്തിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ അത് പോയിട്ട് ഈ ഫോണും ഒക്കെ ഉള്ളതുകൊണ്ട് ഇഷ്ടം പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ കുറെ അടുപ്പം, ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ദമ്പതികൾ തമ്മിൽ കല്യാണത്തിന് മുമ്പ് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, പരസ്പരം മനസ്സിലാക്കാനൊക്കെ സാധിക്കും, മാനസികമായ അടുപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ കുഴപ്പമില്ല. അതല്ല അവർ അപരിചിതരാണ് എങ്കിൽ കൂടുതൽ മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടാവുക. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായതിനു ശേഷം മാത്രം ബന്ധത്തിന് ശ്രമിക്കുന്നതാണ് നല്ലത്. അത് ആദ്യ രാത്രിയിൽ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇതിന് ചികിത്സ ആവശ്യമുള്ള ഒരു ഈ കേസ് കേട്ടിട്ട് ഇത് ചികിത്സ ആവശ്യമുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ടോ ഡോക്ടർക്ക്? തീർച്ചയായിട്ടും ചികിത്സ ആവശ്യമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആദ്യത്തെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. സ്വാഭാവികമായിട്ട് അവർ വായിച്ചറിയുന്നു, ആരോടെങ്കിലും സംസാരിച്ചറിയുന്നു, അങ്ങനെ അറിവ് നേടി ഏതാണ്ട് 1-2 മാസത്തിനുള്ളിൽ എന്തായാലും അത് പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ കേസിൽ സംഭവിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അത് പരിഹരിക്കാതെ 5 വർഷം വരെ തുടർന്നു. രണ്ടുപേരും കുറെ അധികം ഒളിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് രാത്രി എന്ന് പറയുന്നത് പരാജയത്തിന്റെ മുഖമാണ്. പറഞ്ഞു രാത്രി എന്ന് പറഞ്ഞാൽ എനിക്ക് പരാജയത്തിന്റെ മുഖമായിട്ടാണ് കാണുന്നത്. അപ്പൊ രാത്രിയെ പറ്റി തന്നെ വല്ലാത്ത ഉത്കണ്ഠയും ഭീതിയായി. അദ്ദേഹം പറയുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും പോവാണ്, ഒരു പാർട്ടിക്ക് പോവാണ്, അല്ലെങ്കിൽ ഒരു എക്സ്കർഷന് പോവാണ്, മറ്റു വീടുകളിൽ ഒരു പ്രശ്നമല്ല, സമാധാനം, വലിയ സമാധാനം. അതേസമയം
രാത്രിയിൽ സ്വന്തം വീട്ടിലാണ് കിടക്കറയിലേക്ക് ചെല്ലണമെന്ന് വിചാരിക്കുമ്പോഴേക്കും ഭയങ്കരമായ ഉത്കണ്ഠ വരുന്നു. അപ്പൊ ആ രാത്രി സമീപിക്കുമ്പോൾ തന്നെ ഉത്കണ്ഠ ഉള്ള അവസ്ഥ. പിന്നെ മറ്റൊന്ന്, ഇടയ്ക്ക് പറഞ്ഞു രണ്ടുപേരും രണ്ടാക്കി കിടപ്പ്, ഒരാൾ താഴെ കിടക്കുന്നു, ഒരാൾ മുകളിൽ കിടക്കുന്നു. ആ തരത്തില് പിന്നെ അവർ തമ്മിലുള്ള ഒരുപാട് അകൽച്ച വന്നു. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രശ്നം, സ്ത്രീയുടെ പ്രശ്നം അവർ പറയുന്നുണ്ടല്ലോ, അവരെയാണ് ആളുകളെ കുറ്റപ്പെടുത്തുന്നത്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുഴപ്പമാണ്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഭാര്യയുടെ തലയിലേക്ക് പഴി ചാരുക എന്നുള്ള, അവര് നന്നായി അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ നിന്നിരുന്നെങ്കിൽ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കേസിൽ നാസറിനാണ് പ്രശ്നമുള്ളത്. പക്ഷെ നാസറിനാണ് പ്രശ്നമുള്ളതെന്ന് സമൂഹം അല്ലെ ബന്ധുക്കളോ മറ്റാരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുന്ന നസീമ, നീ ശരിക്കും തുണി എടുത്ത് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് അട്രാക്റ്റീവായിട്ട് നിൽക്കാത്തതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ നിൽക്കുക. ആ തരം സജഷൻസ് പലതും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ പ്രശ്നം അറിയാതെ നമ്മുടെ സമൂഹത്തിനുള്ള ഈ വിവരങ്ങൾ വേണ്ടവണ്ണം മനസ്സിലാക്കാതെ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്നതിന്റെ ഒരു ഭാഗമാണ്. അതൊക്കെ മാറേണ്ട സംഗതികളാണ്. ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾ ഒളിച്ചു വെക്കാതെ ഒരു ചികിത്സ തേടേണ്ടതാണെങ്കിൽ അല്ലേ, ഒരു ഡോക്ടറെ സമീപിക്കുക. അല്ലാതെ കുറച്ചുനാൾ ഇവർ ഇതിന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ടല്ലേ. ഇത് വിവാഹം കഴിച്ചിട്ട് 1 മാസമോ 2 മാസമോ കാത്തിരുന്നു, ഇത് സാധിക്കുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് കാണാവുന്ന അവരുടെ ഫാമിലി ഫിസിഷ്യനെ തന്നെ കണ്ട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അടുത്തുള്ള പരിചയമുള്ള ഗൈനക്കോളജിസ്റ്റിനെ കാണാം. അങ്ങനെ ആരെങ്കിലും കണ്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അതുകൊണ്ടൊന്നും അത് ശരിയാവുന്നില്ല എങ്കിൽ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാം. ഇത് പ്രത്യേകിച്ചും ഒരു ഗൈനക്കോളജിക്കൽ അല്ലെങ്കിൽ യൂറോളജിക്കൽ പ്രോബ്ലം ഒന്നും അല്ല. ഈ കേസിൽ മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. ചില അവസരങ്ങളിൽ അദ്ദേഹത്തിന് ഉദ്ധാരണം കിട്ടുന്നുണ്ട്, മറ്റു ചില അവസരങ്ങളിൽ നഷ്ടപ്പെടും. അനുകൂലമായ അവസരങ്ങളിലാണ്, അനുകൂലമായ അതായത് ശാന്തതയുള്ള സമയങ്ങളിൽ, ടെൻഷനൊന്നും ഇല്ലാത്ത അവസരങ്ങളിൽ വേണ്ട ഉദ്ധാരണമുണ്ട്. അതിനർത്ഥം ശാരീരികമല്ല. ശാരീരികമായ ഒരു പ്രശ്നമാണിതെങ്കിൽ ഒരു സമയത്ത് ഉദ്ധാരണം കിട്ടില്ല. ഉദാഹരണത്തിന് നമ്മളുടെ ഈ കൈക്കൊരു തളർവാദം പിടിച്ചു, പരാലിസിസ് പിടിച്ചിട്ട് തളർന്നു കിടക്കുക. അപ്പൊ ചില സമയത്ത് ആരെങ്കിലും അടിക്കാൻ നേരത്ത് ഈ കൈ ഇങ്ങനെ നല്ല ബലമായിട്ട് വരിക, അല്ലാത്ത സമയത്ത് തളർന്നു കിടക്കുക എന്ന് പറയുന്നതിൽ ഒട്ടും യുക്തിയില്ലാത്തൊരു കാര്യമാണ്. അതേപോലെയാണിതും. ഇത് ഇവിടെ ചില സമയങ്ങളിൽ ഉദ്ധാരണമുണ്ട്, മറ്റു ചില സമയങ്ങളിൽ ഉദ്ധാരണം ഇല്ല എന്നുള്ളതിൽ നിന്ന് തന്നെ ഇത് മാനസികമായ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു ശരിയായ മനഃശാസ്ത്ര ചികിത്സ കൊണ്ട് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമുക്കിവിടെ ധാരാളം കത്തുകൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും വളരെ രസകരമാണ്. നമുക്കിപ്പോ എല്ലാ കത്തുകളും ഉൾപ്പെടുത്താൻ കഴിയുകയില്ല, സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് വളരെ പ്രസക്തമായിട്ടുള്ള ചില കത്തുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു വിചിത്രമായ ഒരു കത്ത് ഞാൻ വായിക്കാം. ഇപ്പോ തുടക്കത്തിലെ വിചിത്രമായ കത്ത്. അതെ, ശരി, വായിക്കും. 23 വയസ്സുള്ള യുവാവാണ് കത്തെഴുതിയിട്ടുള്ളത്. അമിത ലൈംഗിക താല്പര്യമാണ് പ്രശ്നം. ഒരു ദിവസം കഷ്ടിച്ച് സ്വയംഭോഗം നടത്താതിരിക്കാം, പിന്നെ പിടിച്ചു നിൽക്കാനാവില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും ലിംഗ ഉദ്ധരിക്കുകയാണ്. അതിനാൽ എനിക്ക് സ്ത്രീകളോട് വലിയ വെറുപ്പാണ്. അതുകൊണ്ട് സ്ത്രീകളോട് വെറുപ്പാണ്. അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യണം എന്നുള്ള തോന്നലാണ്. അതൊരു അപകടം പിടിച്ച സംഗതിയാണല്ലോ. ഇതാണ് അതിൽ വലിയ അപകർഷതാബോധം ഉണ്ടെന്നും. എത്ര വയസ്സ്? 23 വയസ്സുള്ള 23 വയസ്സ്. അപ്പൊ 23 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ലിംഗോദ്ധാരണം ഉണ്ടാവുക, ലൈംഗികമായിട്ട് ആഗ്രഹം തോന്നുക, ആകർഷണം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതില് അബ്നോർമലായിട്ടൊന്നും കാണുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ലിംഗോദ്ധാരണം ഉണ്ടാകുന്നത് കൊണ്ട് സ്ത്രീകളോട് വിരോധം, അത് കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര എന്തോ ഒരു വളരെ വികലമായിട്ടുള്ള ഒരു ചിന്തയായിട്ട് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു കഥയുണ്ട്. അതായത് ഈ പണ്ട് നമ്പൂതിരിമാരെ കൊണ്ട് വല്ലാത്തൊരു ശല്യം കുറച്ചു പേർക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. പണ്ട് കാലത്ത്, ഇപ്പോഴൊന്നുമല്ല. അപ്പോ ഒരാൾ അതിനു വേണ്ടി നമ്പൂതിരിമാരെ മുഴുവൻ ഇല്ലാതാക്കാനായിട്ടൊരു പ്ലാൻ ഇട്ടു. പുള്ളി ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു, നാട്ടിലുള്ള പരുത്തിച്ചെടി മുഴുവൻ അങ്ങ് വെട്ടിക്കളയാം. അപ്പോ പരുത്തിച്ചെടി വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്പൂതിരിക്ക് നൂലെടുക്കാൻ പറ്റില്ല. നൂലില്ല എങ്കിൽ പിന്നെ പൂണൂലുണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പൂണൂലില്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ പോകുമ്പോ ഈ പൂണൂലെടുത്ത് ചെവിപ്പുറകി വെച്ചിട്ടാണ് മൂത്രം ഒഴിക്കുക. അപ്പൊ പൂണൂലില്ലെങ്കിൽ അത് ചെവിപ്പുറകി വെക്കാൻ പറ്റില്ല, അപ്പൊ മൂത്രം ഒഴിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ മൂത്രം മുട്ടി ചത്തുപോകും. നല്ല പ്ലാനാണ്. ആ ബന്ധം ഉണ്ടല്ലോ ഈ പറഞ്ഞ അതിനകത്തുള്ള ഇറാഷണാലിറ്റി, യുക്തിഹീനത എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ലിംഗോദ്ധാരണം ഉണ്ടാവുന്നു, അതുകൊണ്ട് എനിക്ക് സ്ത്രീയോട് വിരോധം, സ്ത്രീ കാരണമാണ് അവരെ ബലാത്സംഗം ചെയ്യാൻ തോന്നുന്നത്. അത് വളരെ വികലമായ ഒരു പാത്തോളജിക്കൽ തിങ്കിങ്. സ്ത്രീകൾ കാരണമാണ് എനിക്ക് വികാരം ഉണ്ടാവുന്നത്. സ്ത്രീകൾ കാരണമല്ല, ഇത് നൈസർഗികമായ ഒരു പ്രക്രിയയാണ്.
അഡോസന്റ് ഏജിൽ വരുന്ന അയാളുടെ ശരീരത്തുണ്ടാവുന്ന ഹോർമോണുകളുടെ പ്രവർത്തന ഫലമാണ് ഈ ആഗ്രഹം. അതിന് മറ്റാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും നിയന്ത്രിക്കുകയാണ് ചെയ്യേണ്ടത്. 27 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, പക്ഷെ ഇതുവരെ സെക്സിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. സെക്സിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം സെക്സ് എന്ന് പറയുന്ന ഒരു ഇന്റർകോഴ്സ് എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. സംഭോഗം എന്നുള്ള അർത്ഥത്തിലാണ് ഉദ്ദേശിച്ചെങ്കിൽ ശരിയാവാം. അതല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതും ചുംബിക്കുന്നതും അങ്ങനെ പലതും അതെല്ലാം സെക്സിന്റെ ഭാഗമാണ്, സെക്ഷൽ ആക്ടിന്റെ ഭാഗം തന്നെയാണ്. ഇവരൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം ഹസ്ബൻഡിനോട് ഫാറ്റ് കുറയ്ക്കണം, റെഗുലർ എക്സർസൈസ് ചെയ്യണം, അങ്ങനെ സ്റ്റാമിന കൂട്ടണം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു 6 മാസം തുടരാനാണ് ഡോക്ടർ. സ്റ്റാമിന കൂട്ടാൻ ഇത് ഗോദായിലേക്ക് ഗുസ്തി കിടക്കാൻ പോവാണ് രണ്ടുപേരും കൂടെ. അത്തരത്തില് ഗുസ്തിയല്ല ഇവിടെ നടക്കുക, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിപ്പോ സ്റ്റാമിന കൂട്ടി 5-6 മാസം എക്സർസൈസ് ചെയ്ത് ഉള്ള പരിശീലനങ്ങളൊന്നും ആവശ്യമില്ല. അതൊരു അജ്ഞതയുടെ ഭാഗമാണ്. ഇതിന് ശരിയാണ്, ഈ ഒരു തെറ്റിദ്ധാരണ ഇതിനു മുമ്പ് ഞാൻ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. പല പുരുഷന്മാരും ചോദിക്കാറുണ്ട്, ഡോക്ടറെ ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അടുത്ത 3 മാസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്, ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ജിംനേഷ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമൊന്നും മെച്ചപ്പെടുത്താനായിട്ട്, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ കല്യാണത്തിന് വേണ്ടി ജിംനേഷ്യത്തിൽ പോയി എക്സർസൈസ് ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ആരോഗ്യം ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഈ എക്സർസൈസും കാര്യങ്ങളെല്ലാം നല്ലതാണ്. അപ്പോൾ വ്യക്തികൾക്ക് ആരോഗ്യം ഉണ്ടാവണമെന്നുള്ളത് ആവശ്യമാണ്. അതിനപ്പുറത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇതെല്ലാം ചെയ്തിട്ടും സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അവർക്ക് ഈ കാര്യത്തെ പറ്റി വേണ്ടത്ര അറിവുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ ബന്ധപ്പെടാൻ ശ്രമിച്ച പൊസിഷന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ബന്ധപ്പെടാൻ്റെ രീതികളെ പറ്റി അറിയില്ലാത്തതുകൊണ്ടോ ഒക്കെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് ശരിയായിട്ടുള്ള ഒരു ലൈംഗിക വിജ്ഞാനം ആവശ്യമുണ്ട്. അടുത്ത കത്ത് +2 പഠിക്കുന്ന 16 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെയാണ്. പ്രശ്നം, രാത്രിയിൽ ഉറക്കത്തിനിടയിൽ ലൈംഗികകരമായിട്ടുള്ള സ്വപ്നം കാണുന്നു, ലിംഗത്തിൽ നിന്ന് ഒരു പ്രത്യേക ദ്രവം പുറത്തു പോകുന്നു എന്നാണ് പറയുന്നത്. ഇതെനിക്ക് ഒട്ടും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ പറയുന്നതാണ് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ലൈംഗിക വിഷയങ്ങളിൽ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തവനാണ് ഞാൻ. ചീത്ത പുസ്തകങ്ങൾ വായിക്കുകയോ സിനിമ കാണുകയോ ചെയ്യാറില്ല. അങ്ങനെ ഒരു നല്ല കുട്ടിയുടെ റോളിലാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുമൂലം പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഡോക്ടർ ഇതിനൊരു പരിഹാരം കാണും. അപ്പൊ ചുരുക്കത്തിൽ പിന്നെ സിനിമകൾ കാണാറില്ല, ചീത്ത പുസ്തകങ്ങൾ വായിക്കാറില്ല, അത്തരം ഒരു ജനറലൈസേഷൻ നമുക്ക് സാധ്യമല്ല. സിനിമകളെല്ലാം ചീത്തയാണ്, പുസ്തകങ്ങളെല്ലാം ചീത്തയാണ്, അതങ്ങനെ പറയാൻ പാടില്ല. നമുക്ക് വായിച്ചതിന് ശേഷം ആവശ്യമുള്ളതിനെ ഉൾക്കൊള്ളുക, അല്ലാത്തതിനെ തള്ളിക്കളയുക. അപ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കില്ല, സിനിമ കാണില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ചീത്തയല്ല എന്നും അർത്ഥം വരുന്നില്ല. അത് തന്നെ ഒരു തെറ്റിദ്ധാരണയാണ്. ഇത്തരം ധാരണകളൊക്കെ തിരുത്തേണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിന് അജ്ഞതയുണ്ട്. അതിൻ്റെ തെളിവാണ് രാത്രിയിൽ ഉറക്കത്തിൽ ചില സ്വപ്നങ്ങൾ കാണുന്നു, സ്വപ്നത്തിന് ശേഷം ലിംഗത്തിൽ നിന്ന് എന്തോ ഒരു ദ്രാവകം പുറത്തു പോകുന്നു എന്നൊക്കെ പറയുന്നു. അത് ശരിക്കും ശുക്ലസ്ഖലനമാണ് നടക്കുന്നത്. അതേക്കുറിച്ച് അറിയില്ല. ഇപ്പൊ ചില വ്യക്തികൾക്ക് ഈ അഡോളസന്റ് പ്രായത്തിൽ, കൗമാരപ്രായത്തിൽ വരുന്ന ഒരു ശാരീരികവും മാനസികവുമായ മാറ്റത്തിന്റെ ഭാഗമാണത്. ലൈംഗിക ആകർഷണം, ആഗ്രഹം ഉണ്ടാവുക, രാത്രിയിൽ ചിലപ്പോൾ സ്വപ്നം കാണുക, ആ സമയത്ത് സ്വപ്നത്തോടനുബന്ധിച്ച് ചിലർക്ക് ലിംഗോദ്ധാരണം ഉണ്ടാവാം, സ്ഖലനം നടക്കാം. ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ചെയ്യുകയാണെങ്കിൽ ഇത് ഉണ്ടാവില്ലല്ലോ. മാസ്റ്റർബേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ ഇത് ഉണ്ടാവേണ്ട കാര്യം. ചീത്തക്കുട്ടി അല്ലാത്തത് കൊണ്ട് സ്വഭാവമില്ല. മാസ്റ്റർബേഷൻ ചെയ്യുന്നവരെല്ലാം ചീത്തയാണെന്നുള്ളൊരു ധാരണയും വേണ്ട. ചീത്തയല്ല, അതും സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ തന്നെയാണ്. ആൽഫ്രഡ് കിൻസിയുടെ ഒരു പഠനത്തിൽ പറയുന്നത് 83% ആൺകുട്ടികൾക്കും ഏതാണ്ട് 83% പുരുഷന്മാർക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു സ്വപ്നസ്ഖലനം ഉണ്ടായിട്ടുണ്ടെന്നാണ്. 14 വയസ്സുള്ളവരിൽ 25% ആൾക്കാർക്കും 17 വയസ്സുള്ളവരിൽ ഏതാണ്ട് 67% ആൾക്കാർക്കും ഇങ്ങനെ സ്വപ്നസ്ഖലനം അനുഭവപ്പെടാറുണ്ട്. ഈ പ്രായം കൂടി വരുന്നതനുസരിച്ച്, അതായത് 20 വയസ്സ് 30 വയസ്സ് ഒക്കെ ആകുമ്പോഴേക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞ് ക്രമേണ അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല.